സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് രാജ്യം ഇന്ന് അഭിമാനത്തിന്റെ നിറവിൽ നിൽക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയാകട്ടെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഭാവിയിലെ ഇന്ത്യയുടെ ദിശയും ഒരേപോലെ തന്നെ ഇവിടെ ചർച്ചയാകുന്ന പ്രധാന പ്രസംഗമായിരിക്കും ഇന്നത്തേതെന്നതാണ് പ്രതീക്ഷ. ചരിത്രപരമായി തന്നെ ഇവിടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ചെങ്കോട്ടയിലാകട്ടെ അവിടെ ആ പരിസരവും തലസ്ഥാന നഗരിയും എല്ലാം തന്നെ സുരക്ഷാ സേനയുടെ നിരീക്ഷണത്തിലാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചെങ്കോട്ടയിൽ എത്തുന്ന ആ സമയം അവിടെ പ്രധാനമന്ത്രിയെ അദ്ദേഹം സ്വീകരിക്കും. തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തും. പതാക ഉയരുന്ന ചരിത്ര നിമിഷത്തിന് പിന്നാലെ തന്നെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളിൽ നിന്ന് അവിടെ പുഷ്പവൃഷ്ടി നടത്തും. അതുമാത്രമല്ല, ദേശീയ അഭിമാനത്തിന്റെ അന്തരീക്ഷത്തിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ NCC കേഡറ്റുകൾ അവതരിപ്പിക്കുന്ന ചടങ്ങുകളും അരങ്ങേറും. ദേശീയഗീതത്തിന്റെ 150ാം വാർഷികം ആചരിക്കുന്ന ഈ ഒരു വർഷം സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേ മാതരം പ്രത്യേകമായി തന്നെ മുഴങ്ങുന്നതും ആഘോഷത്തിന്റെ ശ്രദ്ധേയമായ നിമിഷമായി മാറും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചെങ്കോട്ടയിൽ ഇത്തരത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്ന വേളയിൽ വന്ദേ മാതരം ആലപിക്കുന്നത്. അതുമാത്രമല്ല, ചെങ്കോട്ടയിലെ പ്രധാന ചടങ്ങിൽ 5000-ഓളം പ്രത്യേക അതിഥികൾ പങ്കെടുക്കുമെന്നതാണ് വിവരം. വിവിധ മേഖലകളിൽ രാജ്യത്തിന് സംഭാവന നൽകിയവരും പ്രത്യേക ക്ഷണിതാക്കളും എല്ലാം തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമാകും. അതേസമയം രാജ്യത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തന്നെ എക്സിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹം കുറിച്ചിരിക്കുന്നത്, കൊളോണിയൽ ഭരണത്തിന്റെ ചങ്ങലകൾ തകർത്തുകൊണ്ട് പോരാടിയ എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധൈര്യവും ത്യാഗവും അർപ്പണബോധവും നന്ദിയോടുകൂടി തന്നെ ഇവിടെ സ്മരിക്കുന്നതായി അറിയിച്ചിരിക്കുകയാണ്. ത്യാഗത്തിൽ പിറന്ന സ്വാതന്ത്ര്യം, അഭിമാനത്തോടുകൂടി തന്നെ ഉയർന്ന ത്രിവർണ്ണ പതാക. 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ പുതിയ പ്രതിജ്ഞയോടുകൂടി തന്നെ രാജ്യം ഇപ്പോൾ ഇവിടെ ഉണരുകയാണ്. അതുമാത്രമല്ല, ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് എന്ത് സന്ദേശമാകും നൽകുക എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. അതേസമയം രാജ്യമാകട്ടെ കൊളോണിയൽ ഭരണത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നടന്നെത്തിയ ചരിത്ര മുഹൂർത്തമാണ് ഓഗസ്റ്റ് 15. അനേകം ധീരദേശാഭിമാനികളുടെ ത്യാഗവും പോരാട്ടവും ആത്മസമർപ്പണവും ചേർന്നതാണ് സ്വാതന്ത്ര്യദിനം ഇവിടെ ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യവും ഒരു ആഘോഷ ദിനം മാത്രമല്ല, അത് മുൻ തലമുറയുടെ അവരുടെ ത്യാഗങ്ങളെ ഓർത്തുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും ജനാധിപത്യവും പരമാധികാരവും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ അവിടെ പുതുക്കിയ ഒരു ദിവസം കൂടിയാണ്. 80 വർഷത്തെ സ്വാതന്ത്ര്യ ദിനം അത് പിന്നിടുന്നത് ഇന്ത്യ ഇന്ന് വലിയൊരു വികസനത്തിന്റെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെയും ഒരു ആഗോള സ്വാധീനത്തിന്റെയും ഒക്കെ തന്നെ പുതിയ അധ്യായത്തിലേക്കാണ് മുന്നേറുന്നത്. ത്യാഗത്തിൽ പിറന്ന സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം മനസ്സിലാക്കി ശക്തവും അതുപോലെ തന്നെ വികസിതവുമായ ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ് പുതിയ തലമുറയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.